ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. കുട്ടിയുടെ മരണകാരണം ജന്മനാ ഉണ്ടായ അണുബാധയാണെന്ന വിശദീകരണവുമായി മെഡിക്കൽ കോളേജും രംഗത്തെത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മനു സൗമ്യ ദമ്പതികളുടെ 8 ദിവസം പ്രായമായ പെൺകുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് മരണമെന്ന് ആരോപിച്ച് അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവും ഉണ്ടായി. ഇതിനു പിന്നാലെ കോൺഗ്രസും BJPയും മെഡിക്കൽ കോളേജിലേക്ക് പ്രകടനം നടത്തി. പ്രതിഷേധം കടുത്തതോടെ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്തെത്തി. വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജനിച്ചപ്പോൾ ഉണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്നുമാണ് വിശദീകരണം. പ്രസവത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ലെന്നും സീനിയർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചതെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി. ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സെപ്സിസ്, അതായത് ബ്ലഡ് കൾച്ചർ ചെയ്തപ്പോൾ അതിനകത്ത് അണുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ കാരണം, ജനിച്ചപ്പോൾ തന്നെ ഉള്ള ഇൻഫെക്ഷൻ കാരണമാണ് കുട്ടി മരിച്ചതെന്നുള്ളതാണ്. അതേസമയം ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ആലപ്പുഴ.